മെസ്സിക്ക് ഗോൾഡൻ ബൂട്ട് കിട്ടാതിരിക്കാൻ എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണോ? ഇംഗ്ലണ്ട് ഫ്രാൻസ് മത്സരത്തിന് പിന്നാലെ ലോകമെമ്പാടും ചർച്ചയായ ആരോപണം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും മല്ലു ഓഫ്സൈഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൂന്നാം സ്ഥാനത്തിനായുള്ള ഇംഗ്ലണ്ട് ഫ്രാൻസ് മത്സരത്തിൽ 10 ഗോളുകളാണ് പറഞ്ഞത്. 10 ഗോളുകൾ. ഇതോടുകൂടി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ചില ആരാധകർ പറഞ്ഞത് ഈ മത്സരം സാധാരണ മത്സരമല്ല, ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് കളിയായിരുന്നു എന്നാണ്. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് കളി. അതെന്താണെന്ന് നോക്കാം. അവർ പറയുന്നതനുസരിച്ച് കിലിൻ എംബാപ്പയ്ക്ക് ഗോൾഡൻ ബൂട്ട് ഉറപ്പിക്കാൻ വേണ്ടി ലയണൽ മെസ്സിക്ക് നഷ്ടമാകാൻ വേണ്ടി ആണ് ഈ മത്സരം നടന്നതെന്നാണ്. അതായത് കിലിയൻ എംബാപ്പയ്ക്ക് ഈ ഗോൾഡൻ ബൂട്ട് കിട്ടും വേണം, മെസ്സിക്കാണെങ്കിൽ ഇത് കിട്ടാനും പാടില്ല. അതിനുവേണ്ടി ഇംഗ്ലണ്ട് ഫ്രാൻസ് തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് കളിയായിരുന്നു ഇതെന്നാണ് ആരോപിക്കപ്പെടുന്നത്. അതായത് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇംഗ്ലണ്ട് ജയിക്കുകയും ചെയ്യും, എംബാപ്പയ്ക്ക് ഗോൾഡൻ ബൂട്ട് കിട്ടുകയും ചെയ്യും. അതാണ് ഇവരുടെ പ്ലാൻ എന്നാണ് ആരോപണം. സത്യം പറഞ്ഞാൽ ഇവരുടെ കളി കണ്ടിട്ട് ഞാൻ തന്നെ അതിശയിച്ചു. എന്തൊരു കളിയാണിത്? എന്ത് ലൂസേഴ്സ് ഫൈലാണ്? ഓക്കെ ശരി, ഒന്നും പ്രത്യേകിച്ച് കിട്ടാനൊന്നും ഇല്ലെങ്കിൽ കൂടി എന്താണ് ഇവർ ഇങ്ങനെ കളിക്കാനാണെങ്കിൽ ഇവർ ഗ്രൗണ്ടിൽ ഇറങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? വളരെ അസംതൃപ്തനാണ് ഇന്നലത്തെ കളികളിൽ. ചിലരൊക്കെ പറയുന്നുണ്ട് ലൂസേഴ്സ് ഫൈനൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്, പണ്ടേ ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് പറയുന്നത്. പക്ഷേ അതൊന്നുമില്ല. ഫുട്ബോളിന് ഒരു എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് ഇല്ലാത്ത ആൾക്കാർ ഫുട്ബോൾ കളിക്കാൻ നിൽക്കരുത്. ലോകത്തെ ഏറ്റവും ശക്തരായ 2 ടീമുകളാണ്. അവരുടെ പ്രതിരോധം വളരെ വളരെ മോശമായിരുന്നു. ഇംഗ്ലണ്ടിന്റെ പ്രധാന താരങ്ങളായ ഹാരി കെയ്നും ജൂഡ് ബെല്ലിംഗ്ഹാമും ആദ്യ 11 ഉണ്ടായിരുന്നില്ല. മൂന്നാമതായി മത്സരശേഷം ടീമുകളുടെ കോച്ചുമാർ വളരെ സൗഹൃദപരമായി സംസാരിച്ച ചിലർ സംശയത്തോടെ കാണുന്നു. അതൊന്നും സംശയത്തോടെ കാണേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ ഈ ഫുട്ബോളിന് അപ്പുറം സൗഹൃദമുണ്ട്. മൂന്നാം സ്ഥാന മത്സരം ലോകകപ്പിലെ പ്രധാന ഫൈനൽ പോലെ ടീമുകൾ കാണാറില്ല. ബെഞ്ച് താരങ്ങൾക്ക് അവസരം നൽകാനും പുതിയ കോമ്പിനേഷനുകൾ പരീക്ഷിക്കാനുമാണ് പല കോച്ചുമാരും ഇത്തരം മത്സരങ്ങൾ ഉപയോഗിക്കാറ്. അതുകൊണ്ട് തന്നെ കൂടുതൽ തുറന്ന മത്സരങ്ങൾ നടക്കുന്നതും ഗോളുകൾ കൂടുതലാകുന്നതും അപൂർവമല്ല. ഇതുവരെ ഈ ആരോപണങ്ങൾ ശരിവെക്കുന്ന ഔദ്യോഗിക തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് ഇതിനെ ഒരു സോഷ്യൽ മീഡിയ ഗൂഢാലോചനവാദം എന്ന നിലയിലാണ് കാണേണ്ടത്. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? 10 ഗോൾ പിറന്നത് വെറും യാദൃശ്ചികമായിരുന്നോ? അല്ല, ഇനി ഇതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടെങ്കിൽ തന്നെ ഇതൊന്നും കണ്ട് തളരുന്നവനല്ല നമ്മുടെ മിശിഹ, അവർ ലയണൽ മെസ്സി. ആ കളി കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാകുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് അറിയിക്കുക. മല്ലു ഓഫ്സൈഡ് ഫുട്ബോളിലെ എല്ലാ വലിയ ചർച്ചകളും സത്യാവസ്ഥയും ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ആൾ.